ഇന്നേ ഫ്ലവർ ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്ര വലുപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. നമുക്ക് ഒട്ടിക്കാൻ സിമ്പിളാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഇനി അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കുന്നല്ല, ജസ്റ്റ് പേപ്പറിൽ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3-4 ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആട്ടോ വരച്ച് കൊടുക്കുന്നത്. അതുപോലെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ ചെറിയ ഭാഗം കട്ട് ചെയ്തിട്ടില്ലേ, അവിടെ പശ തേച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹാർട്ട്സും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹാർട്ടിന് ഒരു സ്റ്റെമ്മൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഈ തെർമോക്കോളിൻ്റെ ബോൾസിൽ ഞാൻ സ്റ്റെമ്മ് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ബോക്സിലേക്ക് ഒട്ടിച്ച് കൊടുത്തു. കുറച്ചും കൂടെ തെർമോക്കോളിൻ്റെ ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ബോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.